രാഹുൽ ഗാന്ധി തെളിവ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കാണിച്ചത് വോട്ടർ പട്ടികയുടെ പകർപ്പ് ഏത് സാർ എവിടെയാണ് സാർ കളർ ഫോട്ടോ ഇട്ട് വോട്ടർ പട്ടിക പകർപ്പെടുത്ത് തരുന്നത്? രാഹുൽ ഗാന്ധി മിസ്റെപ്രസെന്റ് ചെയ്യുക മാത്രമല്ല അഭിലാഷ് മോഹൻ, രാഹുൽ ഗാന്ധി മിസ്റെപ്രസെന്റ് ചെയ്യുക മാത്രമല്ല അഭിലാഷ് മോഹൻ, ഈ നാട്ടിലെ യുവാക്കളെയും ജെൻസി തലമുറയെയും വഴിതെറ്റിക്കാൻ കൂടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയട്ടെന്ന് എന്റെ നാക്കിന് കയറി അങ്ങ് കെട്ടിടാതെന്ന് അങ്ങ് അസ്വസ്ഥനാവാതെ. രാജു പി നായർക്കും അരുണിനും ഇല്ലാത്ത അസ്വസ്ഥതയാണ് അഭിലാഷിന്. ശ്രീ ജിതിൻ ദേവ്, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഹരിയാന കോൺഗ്രസ് അനായാസം വിജയിക്കും എന്ന് കരുതപ്പെട്ടിരുന്ന എല്ലാ എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളുകളും കോൺഗ്രസിന് വലിയ വിജയം പ്രവചിച്ച സംസ്ഥാനമാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഹരിയാനയിൽ 35 കോൺഗ്രസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെറും ആരോപണമല്ല. വോട്ടർ പട്ടിക എടുത്തു വെച്ച് അതിൽ 25 ലക്ഷം വ്യാജ വോട്ടുകൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. പ്രതിപക്ഷത്തോടൊപ്പം ആ ഉത്തരം കേൾക്കാൻ രാജ്യത്തിന് മുഴുവൻ അർഹതയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും മറുപടി പറയണ്ടേ? എന്തെങ്കിലും ഒപ്പിച്ച നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അഭിലാഷ്, ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു മുൻകൂർ ജാമ്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. കാരണം കുളത്തി ചാടിയണക്കെ ഒന്നും അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ള തിരിച്ചറിവാണ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച അതേ ബ്ലണ്ടർ മറ്റു പേരുകളിലും മറ്റൊരു സംസ്ഥാനത്തിന്റെ റായി എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി പിടിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഈ ഉന്നയിച്ച വാദങ്ങൾക്കുള്ള മറുപടി എന്ത്? രാഹുൽ ഗാന്ധി എന്തിന് ഈ ആരോപണം ഉന്നയിച്ചു? ബീഹാറിൽ ആയിരിക്കും അതൊക്കെ അടുത്ത കാര്യം. ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിലുള്ള വസ്തുതകൾക്ക് അഭിലാഷ് എന്നെ സംസാരിക്കാൻ ചോദിക്കുമെന്ന് ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർ ഈ ലാസ്റ്റ് നടന്ന ബൂത്ത് വൈസ് റിസൾട്ട് ആണ്. അതായത് 2024 അസംബ്ലി ഇലക്ഷന്റെ ബൂത്ത് വൈസ് റിസൾട്ട് ആണിത്. റായ് മണ്ഡലത്തിലാണ്, താങ്കളാണ് റായ് മണ്ഡലം. ആ റായ് മണ്ഡലത്തിലാണ് ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം 2 ബൂത്തുകളിലായി 22 വോട്ടർ പട്ടികയിൽ പറയട്ടെന്ന് എന്റെ നാക്കിന് കയറി അങ്ങ് കെട്ടിടാതെന്ന് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അങ്ങ് അസ്വസ്ഥനാവാതെ. രാജു പി നായർക്കും അരുണിനും ഇല്ലാത്ത അസ്വസ്ഥതയാണ് അഭിലാഷിന്. രാജ്യത്തെ അട്ടിമറിക്കപ്പെടുമ്പോ ഓരോ അത് വേണം. അത് ഓരോ അട്ടിമറിക്കപ്പെട്ടോ എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ അനുവദിക്കണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എല്ലാ ജനാധിപത്യ സ്വാഭാവികമാണ്. ജനാധിപത്യത്തെ ഈ നിലയ്ക്ക് മനുഷ്യനും രോഷം ഉണ്ടാവില്ലേ? അത് അങ്ങ് റായിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതേ റായ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരുന്നത്? ആ ബ്രസീലിയൻ മോഡലിന്റെ പേരൊന്ന് അഭിലാഷ് പറയും. ആ ബ്രസീലിയൻ മോഡലിന്റെ പേര് അഭിലാഷ് എന്ന് പറയും. പേരിനെന്താ പ്രസക്തി? പേര് പോലും അറിയാത്ത ആളുകളാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ബ്രസീലിയൻ മോഡലില്ല. മാത്യൂസ് ഫെറാറോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് ഷട്ടർ സ്റ്റോക്ക് പോലുള്ള സ്റ്റോക്കിംഗ് ഫോട്ടോസ് ആപ്പിൽ സ്റ്റോക്കിംഗ് ഫോട്ടോസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. തട്ടിപ്പാണല്ലേ? താങ്കൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ എടുത്ത ഈ ഫോട്ടോ എങ്ങനെയാണ് ഹരിയാനയിലെ റായ് മണ്ഡലത്തിൽ 22 വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്? ഏത് ബൂത്തിൽ ഹരിയാനയിലെ റായി മണ്ഡലത്തിലെ ഏത് ബൂത്തിൽ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? രാഹുൽ ഗാന്ധിയുടെ അങ്ങ് കണ്ടില്ലേ? ഏത് ബൂത്തിൽ അങ്ങ് പറയുന്നേ? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. രാഹുൽ ഗാന്ധി തെളിവ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കാണിച്ചത് വോട്ടർ പട്ടികയുടെ ഏത് സാർ എവിടെയാണ് സാർ കളർ ഫോട്ടോ ഇട്ട് വോട്ടർ പട്ടിക പകർപ്പെടുത്ത് തരുന്നത്? റായി മണ്ഡലത്തിലെ ഏത് ബൂത്തിൽ അങ്ങ് പറയൂ. റായി മണ്ഡലത്തിലെ ഏത് ബൂത്തിൽ അങ്ങ് പറയൂ. ഏത് ബൂത്തിൽ? 223 സ്ഥലങ്ങളിൽ 10 ബൂത്തുകളിലായി. ഒരു മിനിറ്റ് അഭിലാഷ്, 10 ബൂത്തുകളിലായി 223 സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. 10 ബൂത്തുകളുടെ പേര് രാജു പി നായർ ചോദിച്ചിട്ട് പറയൂ അഭിലാഷ്, ഞാൻ എടുക്കട്ടെ. ഇവിടെയാണ് അങ്ങയുടെ ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ സമീപിക്കുന്നില്ല എന്ന ചോദ്യം അവിടെ ഇരുന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം അങ്ങ് കേട്ട് കാണുമല്ലോ. എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പ്രസന്റേഷൻ മുഴുവൻ കേട്ടാണല്ലോ അങ്ങ്. ഞാൻ സുപ്രീം കോടതി ഇതെല്ലാം കാണുന്നുണ്ട്, പിന്നെ എന്തിന് ഞാൻ പോകണം? ഇതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി മിസ്റെപ്രസെന്റ് ചെയ്യുക മാത്രമല്ല അഭിലാഷ് മോഹൻ, രാഹുൽ ഗാന്ധി മിസ്റെപ്രസെന്റ് ചെയ്യുക മാത്രമല്ല അഭിലാഷ് മോഹൻ, ഈ നാട്ടിലെ യുവാക്കളെയും ജെൻസി തലമുറയെയും വഴിതെറ്റിക്കാൻ കൂടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളിക്കേണ്ട രാഹുൽ ഗാന്ധിയെ. ഞങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇല്ല, ഞങ്ങളുടെ വോട്ടർ പട്ടികയിൽ അല്ല. അങ്ങനെ വാദമുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വാദമുണ്ടോ? ഇത് ഇന്ത്യയിലെ വോട്ടർ പട്ടിക അല്ല, ഹരിയാനയിലെ റായ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക അല്ല എന്ന് BJPക്ക് വാദമുണ്ടോ? കഴിഞ്ഞെങ്കിൽ
ഞമ്മക്കും ചിലത് പറയാനുണ്ട് എനിക്ക് കേൾക്കണ്ട. അഭിലാഷ് മോഹൻ, അങ്ങ് ഒന്നുകിൽ എന്നെ പറയാൻ അനുവദിക്കുക, അതല്ല അങ്ങ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. കേൾപ്പിക്കാൻ അങ്ങ് എന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. ഞാൻ ഇവിടെ മിണ്ടാതിരുന്നേരം അങ്ങ് പ്രഭാഷണം നടത്തിയിട്ട് പോയിക്കോളൂ. രണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായി വാർത്താ സമ്മേളനം നടത്തുമെന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനോ BJP ഒന്നും ഈ രാജ്യത്തൊന്നും ഒളിച്ചോടെ പോകുന്നില്ല. ഞങ്ങൾ ആരും വിദേശ ടൂറൊന്നും തെരഞ്ഞെടുപ്പെടുന്ന സമയത്ത് വിദേശ ടൂറൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അഭിലാഷ് മോഹൻ അല്ല, ഇവിടെ മിന്റാദേവി 124 വയസ്സുള്ള ഒരു മിന്റാദേവിയും പറഞ്ഞ ആരോപണം ഉന്നയിച്ച് ടീഷർട്ട് ഇട്ടുകൊണ്ട് അവിടെ നടന്നു. ലാസ്റ്റ് 35 വയസ്സ് വരെ മിന്റാദേവി ഒന്ന് പറഞ്ഞില്ലേ, ഇവരെന്നെ നാണം കെടുത്താൻ ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ? ഓപ്പറേഷൻ മഹാദേവപുര എന്ന് പറഞ്ഞ് നടത്തിയിട്ട് 8 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 ഉള്ളതെന്ന് പറഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തിയില്ലേ ഇദ്ദേഹം? അത് തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ? എന്താ ഇപ്പൊ ബീഹാറിനെ പറ്റി സംസാരിക്കുന്നില്ല? ഇങ്ങനെ അങ്ങ് മൊത്തം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ SIR എതിർക്കുന്നത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?